2026 ആര് കേരളം ഭരിക്കണമെന്ന് BJP തീരുമാനിക്കും. ഇത് അമിത്ഷാ പറഞ്ഞതാണ്. അപ്പോൾ 2026 ആര് കേരളം ഭരിക്കണമെന്ന് BJP തീരുമാനിക്കും എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങളല്ല തീരുമാനം എടുക്കുന്നത്, കേന്ദ്രത്തിരിക്കുന്ന BJP ആണ് എന്നുള്ള രീതിക്കാണല്ലോ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഈ വോട്ട് ചോരിയിൽ ഇതേ കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്താണ് വോട്ടുകൾ എന്താണ് ഭരണത്തിലിരിക്കുന്നവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കുന്നു, അവർ അവരുടേതായ ഇഷ്ടത്തിനുള്ള രീതിക്ക് എന്താണ് ഭരണത്തിലുള്ളതിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവർ ഓരോ തെറ്റുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒപ്പം കൂട്ടി തട്ടിപ്പ് കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോ അമിത്ഷാ പറയുന്നത് കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കും എന്ന് പറയുമ്പോ ഇത് തന്നെയല്ലേ ഇവർ വ്യക്തമാക്കുന്നതും. അതെ, ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അത് നിഷ്പക്ഷമായി, അതായത് ഒരു മാച്ചില് റെഫറിയായി നിൽക്കേണ്ട ആളാ, ഒരു പക്ഷം പിടിക്കാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ട ഒരു ജനാധിപത്യ സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP അവരുടെ ഒരു ടൂളാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധി നിരവധി തവണയായി ഈ വോട്ട് ചോരി ആരോപണം നടത്തുന്നുണ്ട്. ഈ വോട്ട് ചോരി ആരോപണം നടത്തിയിട്ട് വലിയ രീതിയിൽ തെളിവുകളോട് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട ശബ്ദമായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് ലഭിക്കുന്നു, അതായത് വേണ്ടത്ര സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. അദ്ദേഹം പറയുന്ന ഒരു ചില്ലറ കാര്യമല്ല യഥാർത്ഥത്തിൽ. ഇപ്പൊ ബീഹാറിലെ, ഇപ്പൊ കർണാടകയിലും ഹരിയാനയിലും എല്ലാം അദ്ദേഹം ഈ വ്യക്തമായ തെളിവുകളോട് അദ്ദേഹത്തിന്റെ ഒരു പരിചയത്തിലുള്ള ഒരു DTP സെന്ററിൽ പോയി കുറെ പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് വന്ന് ജനങ്ങളുടെ മുന്നിൽ വാരി വിതറിയതല്ല. 6 മാസത്തോളം പഠനം നടത്തിയാണ്. ഇപ്പൊ പറയും അന്ന് പറയാത്തത് എന്താ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞ് 45 ദിവസത്തിനകം നിങ്ങൾ എന്താ പരാതി പറയുന്ന, വെറുതെ കൊണ്ട് പരാതി പറയാൻ പറ്റും, അന്ന് നിങ്ങൾ കോൺഗ്രസ്സുകാർ എവിടെ പോയിരുന്നു എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല അവിടെ അദ്ദേഹം കൊണ്ടുവന്നത്. ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത പ്രിന്റ് ഔട്ടുകളാണത്. അതിൽ ഒരു വീട്ടു നമ്പറിൽ ഇത്രയും ആൾക്കാരുടെ പേര് വരുന്നു. അപ്പോൾ ഇതൊക്കെ വടക്ക് നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഇതറിഞ്ഞില്ല, ഇവിടെ കേരളത്തിലുള്ളവർക്ക് അങ്ങനെയൊന്നും വന്നില്ലല്ലോ എന്ന രീതിയിൽ. പക്ഷെ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്, വോട്ടർ പട്ടികയിൽ എന്റെ വീട്ടു നമ്പറിൽ ഇതുവരെ കാണാത്ത ആളുകൾ പരാതിയുമായി AAP സ്ഥാനാർത്ഥി, ശാസ്തമംഗലത്തെ ആം ആദ്മി സ്ഥാനാർത്ഥി രശ്മി S ആണ് പരാതിയുമായി രംഗത്തെത്തി. ഇതേപോലെയാണ് കഴിഞ്ഞ ദിവസം മുട്ടടയിലും ഒരു വീട്ടു നമ്പറിൽ തന്നെ ഒരുപാട് പേരുടെ 12ഓളം പേര് ആ വീട്ടിലെ അംഗങ്ങളല്ല അവര് വരുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? അല്ല, ഇപ്പോ ഈ പണ്ടത്തെ കാലം പോലെയല്ല, ഇപ്പൊ എല്ലാം വളരെ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്ന ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടതില്, അതായത് ഒരു BJP അനുകൂലമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൽ കണ്ടത് ഈ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ കേരളത്തിന്റെ BJP അധ്യക്ഷനാവുമ്പോൾ എല്ലാവരും പറഞ്ഞു കോർപ്പറേറ്റ് സ്ഥാപനം പോലെ BJP മാറിയെന്ന്. ഈ കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കും, കൃത്യമായി പഞ്ച് ചെയ്ത് കയറുക, അവർക്ക് എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭിക്കുന്നതാണ്. സാധാരണ ഒരു സ്ഥാപനം പോലെ, സർക്കാർ ഓഫീസ് പോലെ ഒന്നുമല്ല, എല്ലാം കൃത്യമായിരിക്കും. അപ്പൊ അവർ അവകാശപ്പെടുന്നത് BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൽ ഇരുന്നു കൊണ്ട് ഒരു വിരലിനൊടിച്ച്, അതായത് ഒരു സ്വിച്ച് ഇട്ടാൽ കേരളത്തിലെ ഏത് വാർഡിൽ അല്ലെങ്കിൽ ഏത് വീട്ടു നമ്പറിൽ ആരാണുള്ളത് എന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങളും അവർ ആർക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യത എന്നതുവരെ BJPക്ക് അറിയാൻ കഴിയും എന്ന രീതിയിലൊരു കാര്യം കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, അവരുടെ അപാര കോൺഫിഡൻസ് എവിടെ നിന്ന് വന്നു? അപ്പൊ അവർക്കറിയാം ഒരാളോ അല്ലെങ്കിൽ ഒരു വീട്ടു നമ്പറിലുള്ള ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യും എന്ന്. എനിക്ക് പറഞ്ഞാൽ അവർ ആ താഴെ തട്ടിലിറങ്ങി പ്രവർത്തനം നടത്തി അവർ അപ്ഡേറ്റ് ചെയ്യുന്ന, അവരുടെ BJP പ്രവർത്തകർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കാം. അവർ വളരെ പൊതുവെ പറയുമല്ലോ, RSS എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ഓഫീസ് അങ്ങനെ ഇല്ല, അവർ പ്രകടമായി പ്രവർത്തിക്കാറില്ല, അവരെല്ലാം ഈ ഒരു സ്ലീപ്പർ സെല്ലുകൾ പോലെ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്ലീപ്പർ സെല്ലുകൾ എന്താണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? അപ്പോ അതാണ് ഈ അപ്ഡേറ്റുകളുടെ പിന്നിലുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മളിപ്പോ ഇപ്പൊ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ തെളിവില്ല. പക്ഷെ രാഹുൽ ഗാന്ധി പുറത്ത് കാണിച്ചത് എല്ലാം തെളിവുകളാണ്. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായ അഴിമതികളാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ SIR, ഒറ്റ നോട്ടത്തിൽ നമുക്കത് നോക്കുമ്പോൾ എല്ലാവരും എന്താണ് SIRന് കുഴപ്പം? കാരണം വോട്ടേഴ്സ് പട്ടിക പരിഷ്കരിക്കുക, അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല. ഞാനും ആദ്യം അങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് ഈ എല്ലാവരും അതിനെ എതിർക്കുന്നത്? നല്ല കാര്യമല്ലേ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുക എന്ന് പറഞ്ഞാൽ, അത് അപ്ഡേറ്റ് ആവുക, കള്ളവോട്ട് തടയാൻ അത് ഉപകരിക്കും എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ ഇത്തരം ആരോപണങ്ങളുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇതുവരെ ഇല്ലാത്ത കുറെ ആൾക്കാർ ഒരു വീട്ടിൽ ചേർക്കപ്പെടുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ യോഗ്യരായിട്ടുള്ളവർ വോട്ടർ ലിസ്റ്റിൽ പ്രത്യക്ഷരാവുക എന്ന് പറയുന്നത്. അപ്പോ ഇപ്പം നിലവിൽ എനിക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളത് എനിക്ക് തിരുവനന്തപുരത്താണ്. ഇപ്പോൾ ഞാൻ
എറണാകുളത്ത് താമസിക്കുന്നു കുറച്ച് നാളുകളായിട്ട്. ഇപ്പൊ ഞാൻ അത് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് എന്റെ പേര് അവർക്ക് നിഷ്പ്രയാസം റിമൂവ് ചെയ്യാം. എനിക്കതിന് പകരം സംവിധാനങ്ങളുണ്ട്, എനിക്കത് ഉപയോഗപ്പെടുത്താൻ, അത് എന്റെ പേര് നിലനിർത്താൻ ചിലപ്പോൾ എനിക്ക് കഴിയുമായിരിക്കും. പക്ഷെ ഇതുപോലെ എത്ര പേർക്ക് കഴിയുമായിരിക്കും? എത്ര പേർ ഇക്കാര്യത്തിൽ അവയർനെസ് ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയം. പിന്നെ സാധാരണക്കാരന് ഇതിന്റെ പിന്നാലെ പോകില്ലല്ലോ, വോട്ടിടണ്ട എന്നൊരു നിലപാടിലെത്തും. കഴിഞ്ഞ ദിവസം ഈ BLOമാര് അവർക്ക് സമയപരിധിയുണ്ട്, ഇത്ര സമയത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവർ ഒരു ഏരിയയിൽ പോയി ഒരു ദിവസം ഇത്ര വീട് കവർ ചെയ്യണം എന്നുണ്ടാവും അവർക്ക്. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ അവരെ ഫോൺ നമ്പർ വെച്ച് ഇപ്പൊ വീട് മാറി, ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കാം. അഡ്രസ്സിൽ പോകുമ്പോൾ ഞാൻ അവിടെ ഇല്ല, എന്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കും ഇല്ല, അതല്ലെങ്കിൽ അടുത്ത പിന്നെ ഞാൻ തിരിച്ചു വിളിക്കാൻ കഴിയാതെയോ അല്ലെങ്കിൽ എന്നെ അവൈലബിൾ ആവാതെ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ 1-2 ദിവസം ചിലപ്പോൾ അവർ ട്രൈ ചെയ്യുമായിരിക്കും, കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ പേര് അവിടെ മാർക്ക് ചെയ്ത് വെക്കും, നോട്ട് അവൈലബിൾ ഇല്ലേ? അപ്പൊ അതവിടെ മിസ്സാവും. ഇതുപോലെ എത്ര ആൾക്കാരെ അവർ ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്ത് അവർക്ക് ആ സമയപരിധി ഉണ്ട്, ഇത്ര പെട്ടെന്ന് അത് ചെയ്ത് തീർക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം കൃത്യത ഉണ്ടാകും എന്ന ഒരു കാര്യത്തിൽ സംശയമുണ്ട്. അത് മാത്രമല്ല, ഇപ്പോ ഒരാൾ പണ്ടൊരിക്കൽ പറഞ്ഞതാണ്, ഇപ്പോ ഒരു പ്രധാനമായ തീരുമാനങ്ങൾ ഒരു അധികാരിക്ക് എടുക്കണമെങ്കിൽ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറിയാൽ മാത്രമേ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുള്ളൂ എന്ന് ഒരാൾ പറഞ്ഞു കേട്ടതാ. ചിലപ്പോ ചില കാര്യങ്ങൾ അത് ശരിയായിരിക്കാം. പക്ഷേ ഇത്തരം ജനാധിപത്യപരമായ ഇപ്പോ കശ്മീരിന്റെ കാര്യത്തിൽ 370 ഭേദഗതി വരുത്തിയ കാര്യത്തില് ചിലപ്പോൾ ശരിയായിരിക്കാം, അങ്ങനെ ശക്തമായ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് അതിൽ ഒരു നടപടി ഉണ്ടായി എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇത്തരം പരമായ കാര്യങ്ങളിൽ, അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അത് ഓരോ പൗരന്റെ അവകാശം കൂടിയാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സഹകരണത്തോടെയാണ് അത് നടപ്പിലാക്കേണ്ടത്, അല്ലെ? അല്ലാതെ ഒരു ഭരണകക്ഷി ഒറ്റയടിക്ക് തീരുമാനിച്ച് അവരുടെ ഇഷ്ടത്തിന് നടപ്പാക്കേണ്ടതാണ്, ഒരിക്കലുമല്ല. ഇപ്പൊ പറയുമ്പോ SIR എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് ആണ്, പ്രതിപക്ഷ കക്ഷികൾ അതിനെ മോശം പറയുന്നതാണ്, ആരോപിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് മുന്നിലുള്ള തെളിവുകൾ ബീഹാറിൽ തന്നെ ഇപ്പൊ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവിടെ ഒരുപാട് പേരുടെ വോട്ടുകൾ മിസ്സായിട്ടുണ്ട് പലർക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള ബൂത്തുകളിൽ എല്ലാം ഭരണകക്ഷി 100% വിജയം കൈവരിച്ചു എന്നാണ്. അപ്പൊ അതെങ്ങനെയാ സാധ്യമാകുന്നത്? കൂട്ടത്തോടെ കുറെ ആൾക്കാർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാതാവുകയും ആ സ്ഥലത്ത് BJPക്ക് നേട്ടമുണ്ടാവുകയും ചെയ്യുമ്പോൾ അതെന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഇതൊരു സുതാര്യമായും നിഷ്പക്ഷമായും യഥാർത്ഥ ന്യായത്തോടെയാണ് അവർ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ ഉണ്ടാവേണ്ടത്, ഒരിക്കലും അങ്ങനെയല്ല. അപ്പോ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഇവർ ഒളിച്ചു കടത്തുന്ന ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് രാഹുൽ ഗാന്ധി എതിർക്കുന്നത്. അപ്പോ ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ചു നിന്ന് അദ്ദേഹത്തോടൊപ്പം നിന്ന് അതിലെന്താണ് എന്നുള്ളത് പൊതുജനങ്ങൾക്കിടയിൽ ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം മൗനം പാലിക്കുകയാണ്, അല്ലെങ്കിൽ വിമർശിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. അതായത് BJPക്കാർ മാത്രമല്ല, അത് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന, കേരളത്തിൽ കോൺഗ്രസിന്റെ എതിരാളികളായിരിക്കുന്ന ആ ടീമുകളാണ് രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നത്. ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് ചോദിക്കുന്നത് ഇത് എന്താണ് നിയമപരമായി നീങ്ങാത്തത് എന്തായിരുന്നു? ഇപ്പൊ ഹരിയാനയിലെ കേസിലൊന്നും നിയമപരമായി നീങ്ങാത്തതിന്റെ കാരണം എന്താണെന്ന് രാഹുൽ ഗാന്ധി അതിനകത്തൊരു വിഷയമുണ്ട്. ഇപ്പോ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പരാതിയുമായി പോകണം എന്നാണ്. ഈ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള ഒരു സമയം വേണമല്ലോ. വളരെ എളുപ്പം നടക്കുന്ന 1-2 ബൂത്തുകളിലതാണോ ഈ പരിശോധിക്കുന്നത്? വ്യക്തമായി പരിശോധിക്കുമ്പോൾ അതിൽ മിസ്റ്റേക്ക് ഉണ്ടാവരുത്. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ തെറ്റുണ്ടാവാത്ത രീതിയിൽ വ്യക്തമാക്കിയിട്ട് വേണം അത് ആരോപിക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പരാതി നൽകാവുന്ന 40 ദിവസത്തിനകമാണ്. ഇപ്പൊ ബീഹാറിലാണെങ്കിൽ പോലും നമ്മൾക്ക് ഇനി കംപ്ലൈന്റ് ചെയ്യേണ്ടത് 40 ദിവസത്തിനകമാണ്. ഇലക്ഷൻ കമ്മീഷനോട് ഡേറ്റ ചോദിക്കുമ്പോൾ അവരൊരിക്കലും ഡേറ്റ തരില്ല. ഡേറ്റ തരാതിരിക്കുമ്പോൾ മറ്റ് സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് 6 മാസത്തോളം, അന്ന് രാഹുൽ ഗാന്ധി ചോദിച്ച സമയത്ത് ഡേറ്റ കിട്ടാണ്ടിരിക്കുകയും പിന്നീട് ഒരു 6 മാസത്തോളം വർക്ക് ചെയ്യുകയും ചെയ്തു. ഈ 40 ദിവസത്തിനകം പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പരാതി കൊടുക്കുന്നത്? സമയപരിധി നിശ്ചയിക്കുന്നതും ഇവർ തന്നെയാണ്, ഈ ഉടായ്പകളെല്ലാം കാണിക്കുന്നതും. പരാതി നൽകണം എന്ന് പറയുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല? ഇവര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം മുതലേ പറയുന്നത് എന്താണ്? രാഹുൽ പരാതിയുമായി വരട്ടെ, അല്ലെങ്കിൽ പരാതി നൽകട്ടെ എന്നാണ്. അതിന് പകരം ഇത് എന്തുകൊണ്ട് അവർ രാഹുലിനെയാണ് അഡ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രാഹുലിന് മറുപടി കൊടുക്കാനാണ് ജ്ഞാനേഷ് കുമാർ ഉൾപ്പെടെ അന്ന് പത്രസമ്മേളനം പോലും നടത്തിയത്. അല്ലാതെ രാഹുല്
ആരോപിച്ച വിഷയങ്ങളിൽ പ്രതികരിക്കാൻ ഇവർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? രാഹുൽ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നതിന് പകരം അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങളുടെ മറുപടി അല്ല കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സ്ഥാപനം എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ നിന്നും ഇവർ സ്കിപ്പായി മാറുകയാണ് ചെയ്തത്. അവർ കൃത്യമായി മറുപടി പറഞ്ഞില്ല. അവർ BJPയുടെ, അതായത് ഭരിക്കുന്ന കക്ഷിയുടെ NDAയുടെ ഒരു ടൂളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഈ SIR പൂർത്തിയായി ഇപ്പൊ പറയുന്ന ഒരു 3ഓളം BLOമാർ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. കാരണം അത് ഈ വർക്ക് പ്രഷർ കാരണം. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ സർക്കാരിന് കൈയൊഴിയാൻ കഴിയുമോ? ഇപ്പോ ഒരു ജോലി അതിന് വേണ്ട സമയപരിധി എന്നുള്ളവരോട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് കൃത്യതയോടെ ചെയ്യാൻ കഴിയണം. വെറുതെ പോയി എന്തെങ്കിലും ചെയ്യുന്നതല്ല. ഒരു ഓഫീസിൽ പോയിരുന്ന് വർക്ക് ചെയ്യുന്നത് പോലെയല്ല. ആൾക്കാരുടെ വീടുകൾ തോറും കയറി ഇറങ്ങി ആൾക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ്. എല്ലാവരും ആ പറയുന്ന അഡ്രസ്സിൽ തന്നെ സ്ഥിരമായി താമസിക്കുന്നവരാണോ? അല്ല. പലരും വാടക വീടുകളിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം വീട് മാറി പോകുമ്പോൾ അതിനെല്ലാം ഒരു ക്ലാരിറ്റി വരണമെങ്കിൽ ഈ ഒരു കുറഞ്ഞ സമയപരിധിക്കുള്ളത് തീർക്കണമെന്ന് പറയുന്നത് തന്നെ ഒന്നാമത്തെ ശുദ്ധ മണ്ടത്തരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും ശരി, ഈ SIR നടപ്പാക്കുന്നതിൽ BJPയുടെ ഒരു ഹിഡൻ അജണ്ട നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ഇത് ചെയ്യുന്നതെന്നും വോട്ട് ചോരി എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചതിൽ വളരെ കൃത്യമായ കാര്യമുണ്ട് എന്ന് തന്നെയാണ് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്. അവരവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് അവരവർ തന്നെ ഉറപ്പാക്കേണ്ടതാണ്. ആരും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് സ്ഥാപിച്ച് തരില്ല. അതിന് ഇപ്പൊ ഒരുപാട് ആ സൈറ്റിൽ തന്നെ കയറി നമുക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും അത് ചെക്ക് ചെയ്ത് അവരവരുടെ അവകാശം അവിടെ ഉണ്ടോ, അതാരും കവർന്നുകൊണ്ട് പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. മാത്രമല്ല വോട്ടേഴ്സ് ലിസ്റ്റ് വരുമ്പോ നമ്മുടെ അഡ്രസ്സിൽ വേറെ ആരൊക്കെയാണ് കുടിയേറ്റക്കാരായിട്ട് വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ കൂടെ സാധാരണ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കണം. സാധാരണ ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. നമുക്കൊരു സ്ലിപ്പ് ആ സ്ലിപ്പ് കിട്ടിയില്ലെങ്കിൽ കൊണ്ടുപോയി വോട്ട് ചെയ്യുക, എന്തോ ഒരു നേർച്ച പോലെ. അതല്ല, നമ്മുടെ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമാണ് നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തെ വിനിയോഗിക്കുമ്പോൾ നമ്മുടെ പേര് അതിലുണ്ട് എന്ന് ഉറപ്പാക്കുക. പകരം നമ്മുടെ അഡ്രസ്സിൽ വേറെ ആരെങ്കിലും കയറിക്കൂടിയിട്ടുണ്ടോ എന്നെങ്കിലും മിനിമം പരിശോധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.